പടമാണ്. ഷാജി കൈലാസിന്റെ ഒരു തിരിച്ചുവരവാണ്. ഭാവന നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിടലൻ സിനിമയാണ്, ഒരു ക്രൈം ത്രില്ലർ പടമാണ്. പടം വിജയിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും വന്ന് കാണുക. ഈ സിറ്റുവേഷനിൽ ഈ സിനിമ കാണാൻ പറ്റുക ഈ അവസരത്തിൽ ഒന്ന് കാണണം കേട്ടോ. കാരണം അത്ര നല്ല പടമാണ് കേട്ടോ. ഗംഭീരം. ഷാജി കൈലാസിന്റെ തിരിച്ചുവരവാണ്. സൂപ്പർ സിനിമ. ഷാജി കൈലാസ് ഇങ്ങനെ പടം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല പടം, ഉഗ്രം പടമാണ്. ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. ഷാജി കൈലാസിന്റെ ഡയറക്ഷൻ നല്ലതാണ്. ഫുൾ പേജ് നടക്കുന്നത്. പിന്നെ ഭാവനയുടെ ആയാലും അഗ്രേവിയുടെ അഭിനയം നല്ലതാണ്. ഒരു ഫുൾ പേജ് ഫിലിമാണ്. ഒരു ക്രൈം ത്രില്ലറാണ്, മെഡിക്കൽ ക്രൈം ത്രില്ലർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഹൊറർ പാരസൈക്കോളജി അങ്ങനെ പലരും ഡീൽ ചെയ്യുന്നുണ്ട്. ഹൊററിനല്ല, പാരസൈക്കോളജി. നല്ല പടം, നല്ല സസ്പെൻസ് കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്. കൊള്ളാം. കുറേ നാളുകൾക്ക് ശേഷം ചെയ്തൊരു നല്ലൊരു കഥാപാത്രം. ഇതിൽ സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. നല്ലൊരു ഷാജി കൈലാസ്. ഭാവനയുടെ തിരിച്ചുവരവ്. ഭാവനയ്ക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു അഭിനേതാവാണ്. ഇനിയും ഒരുപാട് വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പടം കണ്ടില്ല. ഞാൻ അവസാനത്തിൽ 10 മിനിറ്റ് കണ്ടുള്ളൂ. രസമുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് റിവ്യൂസൊക്കെ അവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെടുമായിരിക്കും. അല്ല, സ്വന്തം സിനിമ കണ്ടിട്ട് ഞാൻ കണ്ടില്ല. തുടക്കം തൊട്ട് വരാൻ ഞാൻ പള്ളിയിൽ പോയിക്കായിരുന്നു. വെള്ളിയാഴ്ച. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? ഇല്ല കാണാൻ. നിങ്ങൾ റിവ്യൂ എടുത്തിട്ട് എത്ര പെട്ടെന്ന് കാണാൻ തീർച്ചയായിട്ടും. ആർട്ടിസ്റ്റൊക്കെ ഒരുപാട് പെർഫോം ചെയ്ത് പറഞ്ഞിട്ടും റിവ്യൂ വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടിയത്. താങ്ക്സ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അഭിനയിച്ചവരുണ്ട്, എല്ലാവരും അഭിപ്രായം ചേച്ചി എങ്ങനെയുണ്ട് സ്വന്തം സിനിമ കണ്ടിട്ട്? സ്വന്തം സിനിമയെ പറ്റി പറയാൻ പറ്റില്ലല്ലോ. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഷാജി സാറിൻ്റെ ഒരു മൂവിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തത് വലിയ സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പിന്നെ ഒരുപാട് പൊളിറ്റിക്കലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാം തിയേറ്ററിൽ ഒന്ന് കാണണം. തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവിയാണ്. എൻഗേജിങ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കേട്ടൊരു ഫീഡ്ബാക്ക്. അതിൻ്റെ സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല. അടുത്ത ഷോ തിയേറ്ററിൽ പോയി തന്നെ കാണണം. എങ്ങനെയുണ്ട് സ്വന്തം സിനിമ? എന്താണ് അഭിപ്രായം? നമ്മളെല്ലാം ബേസിക് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഷാജി സാറിന്റെ സിനിമയിൽ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റിയെന്നൊരു പരിപാടി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ സിനിമ ആയതുകൊണ്ട് ഒരു ബയസ് കാണും നമ്മൾ പറയുമ്പോൾ. ഞങ്ങളല്ല പറയുന്നത്, നിങ്ങൾ കാണും. ബാക്കിയുള്ളൊരു സാധാരണ ഓഡിയൻസിൽ ചോദിക്കും. ഞാൻ ചിലപ്പോൾ ഞങ്ങളൊക്കെ വളരെ നന്നായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ആസ് എൻ ഓഡിയൻസ് ഇറ്റ്സ് എ വെരി നീറ്റ്ലി മെയ്ഡ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇതിനകത്ത് പാരനോർമൽ സൈഡുണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. ഞങ്ങൾക്കിതിൽ ഈ ടീമിൻ്റെ ഭാഗമായി പറ്റിയൊരു സന്തോഷം. ഞങ്ങളത് പൊളിക്കാൻ പോയി. ഇനി കുറച്ച് 5 പടം ഈ കോമ്പോ ഇല്ല. ഞങ്ങളുടെ കോമ്പോ നല്ല കെമിസ്ട്രിയാണ്. ഞങ്ങൾ ഭയങ്കര നല്ല ഞങ്ങളൊരു പേരായിരുന്നു. 12th ബെല്ലിൽ ഞങ്ങളായിരുന്നില്ല. 12th ബെല്ലിൽ പേരായിരുന്ന ഭാവൻ ഓസ്ട്രേലിയയിൽ പോയി. താങ്ക് യു. മോൻ ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടു? അച്ഛൻ്റെ ഫിലിം ഇഷ്ടപ്പെട്ടു? ഇടി ഇഷ്ടമായോ? ഇഷ്ടമായോ? ഓക്കെ ഷയ്യ. ഓക്കെ. ഓ ഞാൻ സുരാജേണ്ണ അതായിരിക്കും ഇനി അടുത്തത് റിലീസ് ആവാണ്. കുറച്ച് ലേറ്റ് എന്നാലും ഞാൻ ഇതിന് മുമ്പ് പ്രിവ്യൂ കണ്ടതാ. നല്ല മൂവിയാണ്. പരിപാടിയാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. തീർച്ചയായിട്ടും. നിങ്ങൾ ചോദിച്ച ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. കുറച്ച് ഹൊറർ എലമെന്റും കുറച്ച് പാരനോർമൽ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറൊക്കെയാണ്. നമുക്ക് എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഷാജി സാറിന്റെ മൂവിയാണ്.
അല്ല